മുജാഹിദികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ത്? മുജാഹിദികൾ എന്തിനാ ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ ആയത്തുകളൊക്കെ എന്തിനാ ഓതുന്നത്? അത് മുജാഹിദികൾ ദുആഇന് വിളിച്ചു പ്രാർത്ഥന എന്നൊക്കെ അർത്ഥം പറയുന്നത് നമ്മളെ വിളി ശിർക്കാക്കാനാണ് എന്നാ. യാ ശൈഖ് മുഹീദ്ദീൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ശിർക്കാക്കണമെങ്കിൽ എന്ത് വേണം? വിളിച്ചു പ്രാർത്ഥന എന്നർത്ഥം പറയണം. അതിനാ മുജാഹിദികൾ വിളിച്ചു പ്രാർത്ഥന എന്നർത്ഥം പറയുന്നത്. മുസ്ലിയാരുടെ ശബ്ദം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മിനഞ്ഞുണ്ടാക്കിയ നുണയായ അർത്ഥം, തെറ്റായ അർത്ഥം വിളിച്ചു പ്രാർത്ഥിക്കുവാന്നുണ്ടാക്കിയത് എന്തിനെന്നറിയോ? നമ്മൾ വിളിക്കുന്നത് കൂടി പെടുത്താൻ. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പെടൂല്ലോ. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യാറുള്ളത്? നമ്മൾ കുത്തുബിയത്ത് കഴിക്കാറുണ്ട്. ഈ കുത്തുബിയത്തിൽ 1000 വട്ടം യാ ഷെയ്ഖ്, യാ മുഹയ്യദ്ദീൻ, അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കും. ഈ വിളി അത് ശിർക്കായി കിട്ടണം. അത് വിളിച്ചു പ്രാർത്ഥിക്കലായി കിട്ടും പാടാം. ഇതാ സാധാരണ നടത്താറുള്ളത്. അപ്പോ ഈ യാ ശൈഖ് മുഹീദ്ദീൻ എന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ, ആ വിളി ശിർക്കായി കിട്ടാൻ വേണ്ടിയാണ് മുജാഹിദികൾ എന്ത് ചെയ്യുന്നത്? വിളിച്ചു പ്രാർത്ഥന എന്നർത്ഥം പറയുന്നത് എന്നാണ്. മുജാഹിദികൾക്ക് അങ്ങനെ വിളിച്ചു പ്രാർത്ഥന എന്നർത്ഥം പറഞ്ഞിട്ട് കിട്ടണ്ട. കാരണം അങ്ങനെയൊക്കെ മുജാഹിദികൾക്ക് വ്യാഖ്യാനിച്ച് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇവിടെ സംസ്ഥാനക്കാരില്ലാതിരിക്കണം, ഇവിടെ മറ്റു വിഭാഗം സുന്നികളില്ലാതിരിക്കണം. സ്വന്തം പ്രസിദ്ധീകരണത്തിൽ നുസ്രത്തുൽ അനാമിൽ ഇസ്തിഗാസക്ക് പ്രാർത്ഥന നേടിയിട്ടില്ലേ നജീബ് മുസ്ലിയാരുടെ പാർട്ടി?